നമ്മൾ ഇന്ന് പറയുന്നത് ഒന്നാം ക്ലാസ് പരീക്ഷയിലെ ഇന്റഗ്രേഷൻ ഉത്ഗ്രഥിതം ഒന്നാമത്തെ ദിവസത്തെ എക്സാമിനെ കുറിച്ചാണ്. ഒന്നാമത്തെ ദിവസത്തെ എക്സാം ആദ്യത്തെ വർക്ക് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത് നിറം നൽകാം എന്ന പ്രവർത്തനമാണ്. ഇത് പഞ്ചവൻ കാട് എന്ന് പറയുന്ന കാട്ടിലെ ചിത്രമാണ്. കൂട്ടുകാരെ, ജഗ്ഗു ആനയെ തെരഞ്ഞു പോകുന്ന ജഗ്ഗു ആനയുടെ വീട് തെരഞ്ഞു പോകുന്ന രംഗമാണ് ഇതിലുള്ളത്. ആ കാട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതിന്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഈ കാട്ടിലുള്ള മൃഗങ്ങളെയും മരങ്ങളെയും ജീവികളെയും ഒക്കെ കുട്ടികൾക്കുമൊക്കെ നല്ല കളറ് കൊടുത്ത് ഭംഗിയാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഈ പ്രവർത്തനത്തിന് പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല. കുട്ടികൾ പരീക്ഷയ്ക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഗതി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാർക്കൊന്നും ഇതിനുണ്ടാവുകയില്ല. മനോഹരമായി ക്രയോൺ ഉപയോഗിച്ച് കളറ് നൽകി ഈ പ്രവർത്തനം പൂർത്തിയാക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് രണ്ടാമത്തെ പ്രവർത്തനമാണ്. രണ്ടാമത്തെ പ്രവർത്തനം കണ്ണന്റെ സഹായം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. നേരത്തെ ജഗ്ഗു ആനയെ കാണാൻ വേണ്ടി കൂട്ടുകാര് കാട്ടിലേക്ക് പോകുന്ന ചിത്രം നമ്മൾ കളറ് കൊടുത്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ മാർക്ക് കൊടുക്കുന്ന പ്രവർത്തനം ഉണ്ടാകുന്നത്. സംഭാഷണം പൂർത്തിയാക്കൂ എന്നാണ് ഈ പ്രവർത്തനത്തിന്റെ പേര്. താഴെ നിങ്ങൾക്ക് കാണാം, ഒരു സംഭാഷണം എഴുതാനുള്ള സ്ഥലമുണ്ട്. മുകളിൽ ഒരു ചിത്രമുണ്ട്. ഒന്നാം ക്ലാസ്സിലെ കുട്ടികളാണ്. ഈ ചിത്രം ശരിക്കും നോക്കാൻ വേണ്ടി പറയുക. ശേഷം സംഭാഷണം പൂർത്തിയാക്കണം. സംഭാഷണത്തിലുള്ള ഏതാനും വാക്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കുട്ടികൾക്ക് കഴിയുന്ന രീതിയിൽ പൂരിപ്പിച്ചാൽ മതി. ഇവിടെ സംഭാഷണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒരു സംഭാഷണം എഴുതുമ്പോൾ എപ്പോഴും ഈ സന്ദർഭത്തിന് അനുസരിച്ച വാക്യങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. കുട്ടികൾ സംഭാഷണം എഴുതുമ്പോൾ സന്ദർഭത്തിൽ, ഇത് ഏതാണോ സന്ദർഭം, ആ സന്ദർഭത്തിനനുസരിച്ച വാക്കുകളും വാക്യങ്ങളുമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ആ വാക്കുകളും വാക്യങ്ങളും ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ സംഭാഷണം പൂർത്തിയാക്കുകയാണെങ്കിൽ 5 പോയിന്റ് ലഭിക്കും. നമുക്ക് ഈ സംഭാഷണം ഒന്ന് വായിച്ചു നോക്കാം. സംഭാഷണത്തില് ആദ്യമായി പറയുന്നത്, കണ്ണൻ കാക്ക, നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? കണ്ണൻ കാക്ക മരത്തുമെന്ന് കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? അപ്പോൾ കുട്ടികൾ പറയണം അതിന്റെ മറുപടി. ഋഷിയാണ് ഈ കുട്ടികളുടെ നേതൃത്വം കൊടുക്കുന്നത്. ഋഷി എന്ന് പറയുന്ന കുട്ടി പറയണം, ഇഷ്ടമുള്ളത് പറയാം. ഇവിടെ ഈ സന്ദർഭം ഞങ്ങൾ സ്കൂളിൽ നിന്നാ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്നാ, രണ്ടും പറയാം. കുട്ടികൾക്ക് ഏതാണ് എളുപ്പമുള്ളത്. സ്കൂൾ എന്നുള്ള വാക്ക് കുട്ടി പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട് എന്നുള്ളത് വാക്കും കുട്ടി പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്നാ എന്ന് പറയണം. അപ്പൊ കണ്ണൻ കാക്ക ചോദിക്കാം സ്വാഭാവികമായിട്ട്, എങ്ങോട്ടാ പോകുന്നത്? ചെറിയ 2 വേർഡ്സ് ആണ്, എങ്ങോട്ടാ പോകുന്നത്. അപ്പൊ കൺമണി, ഈ കൂട്ടത്തിൽ നിന്നും കൺമണി, നേരത്തെ ഋഷിയായിരുന്നു പറഞ്ഞിരുന്നത്, ഇപ്പൊ കൺമണി പറയുകയാണ്, ജഗ്ഗുവിനെ കാണാൻ പോകുന്നു. ജഗ്ഗു എന്ന് പറഞ്ഞ ആനക്കുട്ടിയാണ്, അത് കുട്ടികൾക്ക് അറിയാം. ആ പാഠം കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. ജഗ്ഗുവിനെ കാണാൻ പോകുന്നു. അപ്പൊ കണ്ണൻ കാക്കയ്ക്ക് ഈ ജഗ്ഗുവിനെ പരിചയമില്ല. കണ്ണൻ കാക്ക ചോദിക്കുകയാണ്, ആരാ ജഗ്ഗു? ആരാ ജഗ്ഗു? അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ഋഷിയായിരിക്കും മറുപടി പറയേണ്ടത്, ആനക്കുട്ടി, അല്ലെങ്കിൽ ഞങ്ങളുടെ ആനക്കുട്ടി എന്നൊക്കെ പറയാം. അപ്പം കണ്ണൻ കാക്ക അതിന് മറുപടി, ഓ മനസ്സിലായി, എനിക്ക് അവനെ അറിയാം. ഇത്രയുമാണ് ഇവിടെ സംഭാഷണം. ഇതിന് ഇത്രയും എഴുതിയാൽ 3 പോയിന്റ് കിട്ടും. ഈ പൂരിപ്പിച്ച് എഴുതിയാൽ 3 പോയിന്റ് കിട്ടും. ഇനി 2 പോയിന്റ് കുട്ടികൾ സ്വന്തമായി ഉണ്ടാക്കിയിരുന്ന 2 കാര്യം കൂടി അതിന് കണ്ണൻ കാക്കയോ മനസ്സിലായി, ഇനി ഋഷിയോ കൺമണിയോ ഒന്ന് ചോദിക്കണം. കണ്ണൻ കാക്ക അതിന് മറുപടിയും പറയണം. അങ്ങനെ കുട്ടി സ്വന്തമായി കൺസ്ട്രക്ഷൻ, വാക്യ നിർമ്മാണം നടത്തുകയാണെങ്കിൽ 2 പോയിന്റ് കൂടി ലഭിക്കും. അപ്പം കണ്ണൻ കാക്ക ചോദിക്കുകയാണ്, പിന്നെ ഓ മനസ്സിലായി എന്ന് പറഞ്ഞ, അപ്പൊ എന്താ ഋഷി പറയണം, അവനെ നീ കണ്ടിരുന്നോ എന്ന് ചോദിക്കുക. അവനെ നീ കണ്ടിരുന്നോ? അപ്പം കണ്ണൻ കാക്കന് മറുപടി പറയേണ്ടത്, അവന്റെ വീട് എനിക്കറിയാം. അവന്റെ വീട് എന്നൊക്കെ കുട്ടി പഠിച്ചതാണല്ലോ. അവന്റെ വീട് എനിക്കറിയാം, അല്ലെങ്കിൽ അവന്റെ താമസ സ്ഥലം എനിക്കറിയാം. 1-ാം ക്ലാസ്സിലെ കുട്ടിയുടെ ലെവലിൽ വെച്ച് എഴുതിയാൽ മതി. അപ്പൊ കൺമണി വേണമെങ്കിൽ ചോദിക്കാം, ഞങ്ങൾക്ക് കാട്ടിത്തരുമോ? ഇങ്ങനെ ചെറിയ കുട്ടിത്തം നിറഞ്ഞ ഒരു സംഭാഷണം പൂർത്തിയാക്കുകയെങ്കിൽ നേരത്തെ പൂർത്തിയാക്കിയതിന് 3 മാർക്കും, സ്വന്തമായി ഉണ്ടാക്കുന്ന വാക്യങ്ങൾക്ക് 2 മാർക്കും സഹിതം 5 മാർക്ക്
വാങ്ങിക്കൊണ്ട് 5 പോയിന്റ് നേടിക്കൊണ്ട് ഈ കണ്ണന്റെ സഹായം എന്ന് പറയുന്ന രണ്ടാമത്തെ വർക്ക് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ പ്രവർത്തനം പറയുന്നത് ഹൗ മച്ച് ദേ ഏറ്റ് എന്നാണ്. ഹൗ മച്ച് ദേ ഏറ്റ്, അവർ എത്രമാത്രം തിന്നു എന്നാണ് അതിന്റെ മലയാളം. ഇത് മാത്സുമായി കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് മാത്സുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാത്സുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം. നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ദേ ഏറ്റ്. അവര് യാത്ര പോകുമ്പോൾ കിട്ടിയ ഭക്ഷണത്തിന്റെ തിന്ന ഫ്രൂട്ട്സിന്റെ കണക്കാണ് താഴെ ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ആ കോളത്തും ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഒന്നാമത്തെ കോളത്തിലുള്ളത് ഫ്രൂട്ട്സ് ആണ്, ടോട്ടലാണ് എണ്ണമുള്ളത് രണ്ടാമത്തെ കോളത്തില്. മൂന്നാമത്തെ റിമൈനിങ് എന്ന് പറഞ്ഞാൽ ബാക്കി, ബാലൻസ് എന്നാണ്. അടുത്ത ലാസ്റ്റ് കോളത്തിലുള്ളത് ഈറ്റൺ, തിന്നത് എന്നാണ്. ഇവിടെ ഫ്രൂട്ട്സ് എന്ന കള്ളിയിൽ 4 ഫ്രൂട്ട്സിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഗുവാവ, സപ്പോട്ട, ആപ്പിൾ, മാംഗോ. ഈ 4 ഫ്രൂട്ട്സിന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത കളിയിൽ ടോട്ടൽ ഗുവാവ 16 നമ്പേഴ്സ് ഉണ്ട്, സപ്പോട്ട 9 നമ്പേഴ്സ് ഉണ്ട്, ആപ്പിൾ 11 നമ്പേഴ്സ് ഉണ്ട്, മാംഗോ 17 നമ്പേഴ്സ് ഉണ്ട്. ഇത് അവര് കഴിച്ചതിന് ശേഷം ഈറ്റൺ, ഈ കാണുന്ന കഴിച്ചതിന് ശേഷം ബാക്കി വന്നതാണ് ഇവിടെ കൊടുത്തത്. ഗുവാവ 16 നമ്പേഴ്സിൽ 8 നമ്പേഴ്സ് കഴിച്ചു, 8 നമ്പേഴ്സ് റിമൈനിങ് ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈറ്റൺ എത്രയാ, തിന്നത് എത്രയാണ്? സപ്പോട്ട 9 നമ്പേഴ്സിൽ 5 നമ്പേഴ്സ് റിമൈനിങ് ആണ്, എത്ര ഈറ്റൺ ആയിട്ടുണ്ട്? ആപ്പിളില് 11 6 റിമൈനിങ് ഉണ്ട്, എത്ര ഈറ്റൺ ആയിട്ടുണ്ട്? മാംഗോയില് 17 14 റിമൈനിങ് ഉണ്ട്, ബാക്കി എത്ര ഈറ്റൺ ആയിട്ടുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് ഇനി അതിനെക്കുറിച്ച് പറയണം. നമുക്ക് ഈ കണക്ക് മാത്സിൽ മൈനസ് ചെയ്യുന്നതിന്റെ കണക്കാണ്. കാരണം റിമൈനിങ് കിട്ടണമെങ്കിൽ മൈനസ് ആണ് ചെയ്യേണ്ടത്. മൈനസ് ചെയ്യുന്ന മാത്സ് ആണ് ഇതുള്ളത്. ഇതിലെ ആദ്യത്തെ ഈ 4 എണ്ണം ചെയ്താൽ 4 പോയിന്റ് ലഭിക്കും. നമുക്ക് നോക്കാം. ഗുവാവ 16 റിമൈനിങ് ഉള്ളത് 18 ആണ്. അപ്പൊ എത്ര ഈറ്റൺ ആയി എന്ന് ചോദിച്ചാൽ 16 8 മൈനസ് ചെയ്യാം. ഇത് 2 അക്കത്തിൽ നിന്നും ഒരക്കം മൈനസ് ചെയ്യാനുള്ള പ്രവർത്തനമാണ്. 16 8 മൈനസ് ചെയ്യുക, 16 മൈനസ് 8 എന്നിവിടെ എഴുതി ചെയ്യുകയാണെങ്കിൽ 8 എന്ന ഉത്തരം കിട്ടും. അപ്പം കഴിച്ചത് 8 എണ്ണം എന്ന് നമുക്ക് കാണാൻ കഴിയും. ബാക്കി 8 എണ്ണമുണ്ട്. അടുത്തത് നമുക്ക് സപ്പോട്ടയാണ്. സപ്പോട്ട 9 സപ്പോട്ട ഉണ്ടായിരുന്നു ടോട്ടല്. അതില് ബാക്കിയുള്ളത് 5 ആണ്. അപ്പൊ 9 മൈനസ് 5. 9 മൈനസ് 5 സ്വാഭാവികമായിട്ടും ഒരക്കത്തിൽ നിന്നും ഒരക്കം കുറക്കുന്ന മാത്സ് ആണിത്. ഏത് ചെറിയ കുട്ടികൾക്കും ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിന് നിലവാരം അനുസരിച്ച് നല്ല സ്പീഡ് ചെയ്യാൻ കഴിയുന്ന കുട്ടികൾക്കും തീരെ മോശമായ കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിലാണ് ക്വസ്റ്റ്യൻ ഇടുക. അപ്പൊ ഒരക്കത്തിൽ നിന്നും ഒരക്കം കുറക്കുകയാണ്. 9 5 മൈനസ് ചെയ്താൽ 4 ലഭിക്കും. ഇനി അടുത്തത് ആപ്പിൾ ആണ്. ആപ്പിൾ 11 ഉണ്ടായിരുന്നു. 11 6 റിമൈനിങ് ഉണ്ട്. 2 അക്കത്തിൽ നിന്നും ഒരക്കം കുറക്കുന്നത് തന്നെയാണത്. അപ്പം 6 കുറക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കി വരുന്നത് 5 ആയിരിക്കും. ആ 5 ഈറ്റന്റെ കോളത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. അടുത്തത് മാംഗോ ആണ്. മാംഗോ 17 മാംഗോസ് ഉണ്ട്. 17 മാംഗോസിൽ 14 മാംഗോസ് ആണ് റിമൈനിങ് ബാക്കിയുള്ളത്. അപ്പൊ എത്ര കഴിച്ചു എന്നാണ്. 70 2 അക്കത്തിൽ നിന്നും 2 അക്കം കുറക്കുകയാണ്. 7 4 കുറക്കണം, 1 നിന്ന് ഒരു 10 നിന്ന് വേറൊരു 10 കുറക്കണം. ഈ രീതിയിൽ എഴുതി ചെയ്യുകയാണെങ്കിൽ ഉത്തരമായിട്ട് ലഭിക്കുന്നത് 3 ആയിരിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഗുവാവ 8 ഈറ്റൺ ആണ്, സപ്പോട്ട 4 ഈറ്റൺ ആണ്, ആപ്പിള് 5 ഈറ്റൺ ആണ്, മാംഗോ 3 ഈറ്റൺ ആണ്. ഇനി ചോദിക്കുന്നത് നോക്കൂ. ഈ ഫ്രൂട്ട്സ് നമ്മൾ കണ്ടു. അടുത്ത ഇതിന് 4 മാർക്ക് കിട്ടും, 4 പോയിന്റ് കിട്ടും. ഇനി അടുത്തത് വിച്ച് ഫ്രൂട്ട് ഡിഡ് ദേ ഈറ്റ് മോർ? ഏത് ഫ്രൂട്ടാണ് അവർ കൂടുതൽ കഴിച്ചത് എന്നാണ്. ഏത് ഫ്രൂട്ടാണ് അവർ കൂടുതൽ കഴിച്ചത്? അപ്പൊ ഇത് കിഴിച്ച് നോക്കിയാൽ, മൈനസ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ കഴിയും
ഏറ്റവും കൂടുതൽ കഴിച്ചത് ഗ്വാവയായിട്ടാണ്. 8 ബാലൻസ് കാണുന്നത് ഇവിടെയാണ്. അപ്പം ഏറ്റവും കൂടുതൽ കഴിച്ചത് ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും വരിക ഗ്വാവയായിരിക്കും. കൂടുതൽ എണ്ണം ഈറ്റൻ കാണിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഗ്വാവയാണ് കൂടുതൽ. അപ്പൊ ഗ്വാവ എന്ന് ഇവിടെ എഴുതുകയാണെങ്കിൽ നമുക്ക് 1 പോയിന്റ് ലഭിക്കും. ഇവിടുത്തെ 4 പോയിന്റും ഇവിടുത്തെ 1 പോയിന്റും അങ്ങനെ 5 പോയിന്റ് വാങ്ങിക്കൊണ്ട് നമുക്ക് ഈ പ്രവർത്തനത്തിന് എ ഗ്രേഡ് വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇനി കൂട്ടുകാരെ നമ്മൾ പറയാൻ പോകുന്നത് 4ാമത്തെ പ്രവർത്തനമാണ്. കൂട്ടുകാരുടെ വരവ് എന്നാണ് ഈ പ്രവർത്തനത്തിന്റെ പേര്. പ്രവർത്തനത്തിന്റെ പേര് കൂട്ടുകാരുടെ വരവ് എന്നാണ്. നോക്കൂ, ഇവിടെ 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടിയിൽ പറയുന്നത് ഈ പ്രവർത്തനം കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതൂ എന്ന പ്രവർത്തനമാണ് നൽകിയിരിക്കുന്നത്. അതായത് ആഡ് മോർ ലൈൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓരോ ചിത്രത്തിന് നേരെയും ഈ ആദ്യത്തെ ചിത്രത്തിന് നേരെ 2 വരി കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ബാക്കി ചിത്രങ്ങൾക്കും യോജിച്ച വരികൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഇതിന് ആഡ് മോർ ലൈൻസ്, വരികൾ ചേർക്കാം, കൂട്ടിച്ചേർക്കാം എന്ന് നമ്മൾ പറയും. വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ പേരുകൾ എടുത്ത് എഴുതണം. പേരുകൾ ഉപയോഗിക്കണം. അതിന് മാർക്ക് പോയിന്റ് ഉണ്ടാകും. അതുപോലെ തന്നെ സന്ദർഭത്തിനനുസരിച്ച് ഈ ചിത്രങ്ങൾക്ക് യോജിച്ച വരികളായിരിക്കണം ചേർക്കേണ്ടത്. അതിനും പോയിന്റ് ഉണ്ടാകും. മൂന്നാമത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മേലെ ഏത് വരിയാണോ കൊടുത്തത് അതിന്റെ താളം എന്താണോ ആ താളത്തിനനുസരിച്ചായിരിക്കണം താഴെ നമ്മൾ എഴുതുന്ന വരികളും വരേണ്ടത്. ഇങ്ങനെ എല്ലാം കൂടി യോജിച്ച് വരുമ്പോൾ മാത്രമേ അതിന് ഫുൾ പോയിന്റ് 5 പോയിന്റ് ലഭിക്കുകയുള്ളൂ. അങ്ങനെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ ഈ കുരങ്ങനെ കുറിച്ച് പറഞ്ഞ്, ചാടി മറിഞ്ഞു വരുന്നുണ്ടേ വാലു നീണ്ട കുരങ്ങച്ചൻ. ചാടി മറിഞ്ഞു വരുന്നുണ്ടേ വാലു നീണ്ട കുരങ്ങച്ചൻ. കുരങ്ങച്ചന് വാല് നീണ്ടതാണ്. കുരങ്ങൻ സഞ്ചരിക്കാറില്ല, ചാടിയും മറിഞ്ഞു ഒക്കെ തന്നെയാണ്. അപ്പൊ ഇതൊരു താളമുണ്ട്. കുരങ്ങച്ചനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് നോക്കൂ, ഇതൊരു മുയൽ ആണ്. അപ്പൊ നമുക്ക് മുയലിന് 1 വരി ഇവിടെ ചേർത്തിട്ടുണ്ട്. ഈ വരി നമുക്ക് പൂരിപ്പിക്കണം. അടുത്ത വരി നമുക്ക് പൂരിപ്പിക്കണം. അതിന് ചാടി വരുന്നുണ്ട് എന്നാണ്. മുയലമ്മ ചാടിയാണ് വരിക. അപ്പൊ നമുക്ക് അത് എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ്. ചാടി വരുന്നുണ്ട്. ഈ താളം ഒപ്പിച്ച് പറയണം. നീളൻ ചെവിയൻ മുയലമ്മ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇതാ, നീളമുള്ള ചെവിയാണ് മുയലമ്മക്കുള്ളത്. അപ്പൊ ചാടി വരുന്നുണ്ട് നീളൻ ചെവിയൻ മുയലമ്മ. അങ്ങനെ ഒരു വരി നമ്മൾ എഴുതുകയാണെങ്കിൽ 1 പോയിന്റ് നമുക്ക് അതിന് ലഭിക്കും. ഇനി രണ്ടാമത് നോക്കൂ, ഇവിടെയുള്ള ചിത്രം കാണാൻ നമുക്ക് പരിചയമുള്ള കിളിയുടെ ചിത്രമാണ്. ഇത് തത്തയാണ്. തത്ത സാധാരണ തത്തിക്കൊണ്ടാണ് വരാറുള്ളത്. അതുകൊണ്ടാണ് തത്തി വരുന്നുണ്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. തത്തി വരുന്നുണ്ട്, ചാടി വരിക എന്നർത്ഥം. അപ്പം നമുക്ക് തത്തി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 1 വരിയും കൂടി ചേർക്കണം. അതിന് എന്തായിരിക്കും ചേർക്കാൻ കഴിയുക? നമുക്ക് ഇങ്ങനെ കൊടുക്കാം, പച്ചത്തത്ത പനന്തത്ത്. തത്തയുടെ പേര് കളറ് പച്ചയാണ്. അപ്പം തത്തി വരുന്നുണ്ട് പച്ചത്തത്ത പനന്തത്ത. അങ്ങനെ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് വേറെ 1 പോയിന്റ് കൂടി ലഭിക്കും. അപ്പൊ 2 പോയിന്റ് ആയി നമുക്ക് കിട്ടിയത്. താളം ഇതുവരെ മുറിഞ്ഞിട്ടില്ല, താളത്തിനെ നമ്മൾ പോരുന്നത്. ഇനി നോക്കൂ, താഴെ ഒരു ആമയുടെ ചിത്രമാണുള്ളത്. ഇതിന് വരികളൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ട് വരികൾ ചേർത്ത് എഴുതണം. 3 പോയിന്റ് ആണ് അതിന് ലഭിക്കുക. മേലെയുള്ള ഓരോ വരിക്കും ഓരോ പോയിന്റും, ഇത് എഴുതുകയാണെങ്കിൽ 3 പോയിന്റ് ലഭിക്കും. അപ്പൊ നമുക്ക് ആമക്ക് പറ്റിയ ആമ എങ്ങനെ സഞ്ചരിക്കുക? ഇഴഞ്ഞിഴഞ്ഞു വരുന്നുണ്ട്. ആമ ഇഴഞ്ഞിട്ടാണല്ലോ വരിക. ഇഴഞ്ഞിഴഞ്ഞു വരുന്നുണ്ട് ഇത്തിരി കുഞ്ഞൻ ആമച്ചാർ. ഒരു കുഞ്ഞനാമയാണ്. അപ്പം ഇഴഞ്ഞിഴഞ്ഞു വരുന്നുണ്ട് ഇത്തിരി കുഞ്ഞൻ ആമച്ചാർ എന്ന് ഈ ആമയെ കുറിച്ചും നമുക്ക് 2 വരി എഴുതിയാൽ 3 പോയിന്റ് ലഭിക്കും. അങ്ങനെ നമുക്ക് ഈ ജീവികളെ കുറിച്ച് താളം തെറ്റാതെ ഈ സന്ദർഭത്തിനനുസരിച്ചുള്ള ഈ കവിത പൂർത്തിയാക്കിയാൽ നമുക്ക് ഈ പ്രവർത്തനത്തിന് 5 പോയിന്റ് ലഭിക്കുകയും എ ഗ്രേഡ് ലഭിക്കുകയും ചെയ്യും. ഇനി നമ്മൾ പറയുന്നത് 1ാമത്തെ ദിവസത്തെ അവസാനത്തെ 5ാമത്തെ പ്രവർത്തനമായിരിക്കുന്ന എന്തെല്ലാം മാർഗങ്ങൾ എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തെ കുറിച്ചാണ്. ഇത് എളുപ്പമാണ്. ഇതാദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കണം. ഇവിടെ ഏതാനും ചിത്രങ്ങളുണ്ട്. ചിത്രത്തിന് 1ാമത്തെ ചിത്രത്തിന് അടിയിൽ കൊടുത്തിരിക്കുന്നത് വർത്തമാന പത്രം. നമ്മൾ ദിനപത്രം അല്ലെങ്കിൽ പത്രം എന്നൊക്കെ പറയുന്ന സാധനമാണിത്. 2ാമത് കൊടുക്കുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ ചിത്രമാണ്. കമ്പ്യൂട്ടർ എന്ന അടിയിൽ എഴുതിയിട്ടുണ്ട്. 3ാമത് കൊടുത്തിരിക്കുന്നത്
നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ധാരാളമായി ഉപയോഗിച്ചിരുന്ന റേഡിയോ എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത്ര സുലഭമല്ല. വർത്തമാന പത്രവും കമ്പ്യൂട്ടറും റേഡിയോയുമാണ്. ഇനി നോക്കൂ, വായിച്ചു നോക്കി ശരിയായ ചിത്രത്തിലേക്ക് വരക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ചിത്രത്തിന്റെ നേരെ വരച്ചു ചേർക്കാൻ 3 സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ എന്നാണ് ഒന്നാമത്തെ സെന്റൻസ്, ഒന്നാമത്തെ വാക്യം. രണ്ടാമത് കേട്ടു മാത്രം വിവരങ്ങൾ അറിയാൻ എന്നാണ് രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട്, രണ്ടാമത്തെ വാക്യമായിട്ട് കൊടുത്തിട്ടുള്ളത്. 3 വായിച്ച് വിവരം അറിയാൻ എന്നാണ് മൂന്നാമത്തെ വിവരമായി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒന്നാമത്തത് ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ, ഈ 3 ചിത്രങ്ങളിൽ നിന്നും ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ ഏത് ഉപകരണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ള പാട്ടും അതുപോലെ തന്നെ സിനിമയും അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ ശേഖരിച്ചു വെക്കാൻ കമ്പ്യൂട്ടറാണ് നമ്മൾ ഇതിൽ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. വേറെ ഒരു സാധനത്തിൽ നമുക്ക് ശേഖരിച്ചു വെക്കാൻ കഴിയുകയില്ല. അപ്പോൾ ആവശ്യമുള്ള വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ എന്നുള്ളതിൽ നിന്നും കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഒരു വര വരച്ച് ചേർക്കാം. ഇനി രണ്ടാമത് കേട്ടു മാത്രം വിവരങ്ങൾ അറിയാൻ എന്നാണ്. കേട്ടു മാത്രം വിവരങ്ങൾ അറിയാൻ കഴിയുന്നത് ഇതിൽ ഏത് സാധനമാണ് എന്ന് നോക്കുക. മുകളിലുള്ളത് നമുക്ക് കേട്ട് മാത്രം അറിയാൻ കഴിയുന്ന സാധനമല്ല. രണ്ടാമത് കമ്പ്യൂട്ടറിലുള്ളത് കേൾക്കുകയും കാണുകയും ചെയ്യാൻ, കേട്ടു മാത്രമല്ല. മൂന്നാമത് റേഡിയോ ആണ് കൊടുത്തിരിക്കുന്നത്. റേഡിയോയിൽ കാണാൻ കഴിയുകയില്ല, കേൾക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പൊ നമുക്ക് കേട്ടു മാത്രം വിവരം അറിയാൻ എന്നുള്ളതിൽ നിന്ന് നമുക്ക് റേഡിയോയിലേക്ക് വരച്ചു ചേർക്കാം. ഇനി വായിച്ച് വിവരം അറിയാൻ എന്നുള്ളത് നമുക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് വർത്തമാന പത്രം. ഈ വർത്തമാന പത്രത്തിലേക്ക് നമുക്ക് വായിച്ച് വിവരം അറിയാൻ എന്നുള്ളത് വരച്ചു ചേർത്താൽ ഈ 3 പ്രവർത്തനം പൂർത്തിയായി. 3 പ്രവർത്തനം പൂർത്തിയായാൽ 3 പോയിന്റ് നമുക്ക് അവിടെ ലഭിക്കും. 3 പോയിന്റ്. ഇനി ഈ പ്രവർത്തനത്തിന് എന്തെല്ലാം മാർഗങ്ങൾ എന്നുള്ളതിന്റെ പ്രവർത്തനത്തിന് 2 പോയിന്റ് കൂടി ബാക്കിയുണ്ട്. അതിനാണ് താഴെയുള്ള ഈ പ്രവർത്തനം കൊടുത്തിരിക്കുന്നത്. വിവരങ്ങൾ അറിയാനുള്ള മറ്റ് 2 ഉപകരണങ്ങൾ എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 കോളം കൊടുത്തിട്ടുണ്ട്, ഓരോന്നിനും ഓരോ മാർക്കാണ്. അപ്പൊ നമുക്കറിയാം, വിവരങ്ങൾ അറിയാൻ ധാരാളം ഉപകരണങ്ങൾ നമ്മൾ അവസാനത്തെ പാഠത്തിൽ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് TV എന്ന് എഴുതാം, ടെലിവിഷൻ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, TV എന്ന് എഴുതിയാലും കുഴപ്പമില്ല, നമുക്ക് അതിന് 1 പോയിന്റ് ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ യൂട്യൂബ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് എഴുതാം, അല്ലെങ്കിൽ നെറ്റ് എന്ന് എഴുതാം. നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു അറിവ് തരുന്ന ഉപകരണം എന്നുള്ള നിലക്ക് നമുക്ക് കുട്ടികൾക്ക് പരിചയമുള്ള എന്ത് വേണമെങ്കിലും, മൊബൈൽ വേണമെങ്കിൽ മൊബൈൽ എഴുതാം. ഒരു അറിവ് തരുന്ന സാധനമാണ്, ധാരാളം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന സാധനമാണല്ലോ. ഇങ്ങനെ 2 പോയിന്റ് നമുക്ക് ലഭിക്കും. ആദ്യത്തെ 3 പോയിന്റും ഇവിടെ ലഭിക്കുന്ന 2 പോയിന്റും അടക്കം 5 പോയിന്റ് നമുക്ക് ലഭിച്ചാൽ ഈ ഒന്നാമത്തെ ദിവസത്തിലെ ഉത്കൃത പ്രവർത്തനത്തിലെ 5 പോയിന്റ് വാങ്ങിക്കൊണ്ട് നമുക്ക് ഒന്നാമത്തെ പരീക്ഷ ഇവിടെ അവസാനിപ്പിക്കാം.